ഹല്ലേലൂയ. നമ്മൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് പഠിച്ച് ദൈവം നമ്മളോട് സംസാരിച്ചിരുന്ന വചനം ഇതായിരുന്നു. നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് നമ്മൾ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച അനുഗ്രഹങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കരുത്. അതേസമയത്ത് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നത് അവൻ ദൈവമായതുകൊണ്ടാണ്. നമ്മളുടെ സാഹചര്യങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ ദൈവത്തിന് നന്ദി പറയേണ്ടത്. പക്ഷേ നമ്മൾ ദൈവം എൻ്റെ ദൈവമായതുകൊണ്ട്, ഈസ് ആ ഗോഡ്, ആ ദൈവം, സർവശക്തനായ ദൈവം എൻ്റെ ദൈവമാണ് എന്നുള്ള ആ ജ്ഞാനത്തിൽ വേണം നമ്മൾ ദൈവത്തെ ആരാധിക്കാനായിട്ട്. അതാണ് ഹബാക്കുക്കിൻ്റെ പുസ്തകം 3-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്. ദോ ദ ഫിഗ് ട്രീ മേ നോട്ട് ബ്ലോസം nor fruit be on the vines, though the labor of the olive may fail, and the fields yield no food, though the flock may be cut off from the fold, and there be no herd in the stalls, still I will worship my God. അപ്പോൾ നമ്മൾ പലപ്പോഴും അങ്ങനെ ഒരു മനോഭാവം ഇല്ലെങ്കിൽ, നമ്മളുടെ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ നമ്മൾക്ക് ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരും. നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സങ്കീർത്തനം 22 പറയുന്നുണ്ട്, നമ്മളുടെ ദൈവം ഇസ്രായേലിൻ്റെ സ്തുതികളുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായ ദൈവമാണ്. ഈസ് എ ഗോഡ് ഹൂ ഈസ് എൻത്രോൺഡ് ഇൻ ദ പ്രൈസസ് ഓഫ് ഹിസ് പീപ്പിൾ. അപ്പോൾ എനിക്ക് നിങ്ങൾക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ ആരാധിച്ചാൽ മതി. അതാണ് ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 18-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, 2-3 പേര് എവിടെ എൻ്റെ നാമത്തിൽ കൂടുന്നുവോ, എൻ്റെ നാമത്തിൽ കൂടുന്നവർ എന്നെ ആരാധിക്കുന്നവരായിരിക്കും. ഐ വിത്ത് മീ? എൻ്റെ നാമത്തിൽ കൂടുന്നവരെ എന്നെ ആരാധിക്കുന്നവരായിരിക്കും. എന്നെ ആരാധിക്കുന്നവരുടെ മധ്യേ ഞാനുണ്ട്. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മളുടെ മനോഭാവം യേശു എൻ്റെ ദൈവമായതുകൊണ്ടാണ് ഞാൻ അവനെ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. നമുക്ക് ദൈവത്തിൻ്റെ വചനത്തോടെ പോവുകയാണെങ്കിൽ സങ്കീർത്തനം 34:6 ഇങ്ങനെയാണ് പറയുന്നത്. ദിസ് പുവർ മാൻ, വായിക്കണം. ദിസ് പുവർ മാൻ ക്രൈഡ് ഔട്ട് and the Lord heard him and saved him out of all his troubles. ഒന്ന് പറഞ്ഞേ, all his troubles. ഹല്ലേലൂയ. നമ്മുടെ ദൈവം സർവശക്തനാണ്. അവൻ എൻ്റെയും നിങ്ങളുടെയും എല്ലാ പ്രശ്നത്തിൽ നിന്നും വിടുവിക്കാൻ പറ്റുന്നവനാണ്. ഹല്ലേലൂയ. ഒന്ന് വായിച്ചത് The book of Psalm 34:6. ഈ എളിയവൻ നിലവിളിച്ചു, യഹോവ കേട്ടു, അവൻ്റെ സകല കഷ്ടതകളിൽ നിന്നും അവനെ രക്ഷിച്ചു. എളിയവൻ, മലയാളത്തിൽ എളിയവൻ ഇസ് എ റൈറ്റ് വേർഡ്. ഇംഗ്ലീഷിൽ പുവർ എന്ന് പറയുന്നത് ദാരിദ്ര്യവാസി എന്നല്ല പറയുന്നത്. ഹലോ, അവൻ പറഞ്ഞാൽ പുവർ ഇൻ സ്പിരിറ്റ്, ഹംബിൾ, എളിമയുള്ളവൻ. അവന് കഴിവില്ല എങ്കിലും ഞാൻ സേവിക്കുന്ന ദൈവത്തിന് കഴിവുണ്ട് എന്ന് ഏറ്റുപറയുവാൻ പറ്റുന്നവൻ. അവൻ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ യഹോവ അവൻ്റെ നിലവിളി കേൾക്കും. ഐ വിത്ത് മീ? അങ്ങനെ ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാവർക്കും അറിയാം. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 33-ാമത്തെ അധ്യായം 3-ാമത്തെ വചനം പറയുന്നുണ്ട്, You cry unto me and I will answer you, and I will send you an answer which you are not able to comprehend. നീ കരഞ്ഞ് അപേക്ഷിക്കുകയാണെങ്കിൽ ഞാൻ ഉത്തരം തരുന്ന ദൈവമാണ്. നിനക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഉത്തരം എനിക്ക് തരാൻ പറ്റും. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കുന്ന സഹോദര, നമ്മളുടെ ദൈവം നമ്മളെ സ്നേഹിക്കുന്ന ദൈവമാണ്. ഐ വിത്ത് മീ? നമ്മളെ സ്നേഹിക്കുന്നത് കാരണം എന്താണ്? അവൻ എൻ്റെ പിതാവാണ്, അവൻ എൻ്റെ സഹോദരനാണ്. ഐ വിത്ത് മീ? പരിശുദ്ധാത്മാവ് എൻ്റെ സഹായകനാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെയും നമ്മളെയും ഇത്രയധികം സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ദൈവം നമ്മളെ രക്ഷിച്ചത്, അല്ലേ? കാരണം നമുക്കറിയാം, യേശു ക്രിസ്തു ദൈവത്തിൻ്റെ ഏകജാതനെ ഈ ലോകത്തിലേക്ക് വിട്ടത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ പാപത്തിൻ്റെ വേദനമാകുന്ന മരണം ഏറ്റെടുക്കാനാണ്. ഐ വിത്ത് മീ? അതുകൊണ്ടാണ് യോഹന്നാൻ 3:16 പറയുന്നത്, God so loved the world that he gave his only begotten son as a sacrifice. സഹോദര, നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് ഗ്രഹിക്കാൻ പറ്റണം. ആ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് യഥാർത്ഥത്തിൽ അതിനെക്കുറിച്ചൊരു ജ്ഞാനം കിട്ടുകയാണെങ്കിൽ നമ്മൾ വേറെ ആരെയും സ്നേഹിക്കുകയില്ല സഹോദര, സഹോദരി. നമ്മൾക്ക് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മൾ ഒരിടങ്ങളിലും പോവുകയില്ല. കാരണം നമ്മൾക്ക് അറിയാവുന്ന സത്യമാണ് എന്താണ്? ഈ ദൈവം, ഞാൻ സേവിക്കുന്ന ദൈവം സർവശക്തനായ ദൈവമാണ്. ആ ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ആരൊക്കെ വിശ്വസിക്കുന്നത്? ഹല്ലേലൂയ. നമ്മൾ സേവിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അവൻ നമ്മളുടെ ക്ഷേമത്തിൽ താല്പര്യമുള്ള ദൈവമാണ്. നമുക്കറിയാം, പുറപ്പാട് പുസ്തകം 2-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ജനം അടിമത്തത്തിൽ ഈജിപ്തിലെ തീച്ചൂളയിൽ കടന്ന് നിലവിളിച്ച് കരഞ്ഞ് അപേക്ഷിച്ചു എന്ന് പറയുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നത് ഇങ്ങനെയാണ്, ദൈവം അവരുടെ നിലവിളി കേട്ടു. കേൾക്കുക മാത്രമല്ല,
ദൈവം എബ്രഹാം, ഇസഹാക്ക്, യാക്കോബിന് കൊടുത്ത ആ വാഗ്ദാനം, ഉടമ്പടി ഓർത്തു. എന്നിട്ട് ഇവർ അവരുടെ സന്തതികളാണെന്ന് അംഗീകരിച്ചു. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇന്ന് ഞാനും നിങ്ങളും ഗലാത്യർക്ക് ലേഖനം 3-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായി യേശുവിൻ്റെ വിളി കേട്ട് ഇറങ്ങിയവരാണെങ്കിൽ, എബ്രാഹാമിൻ്റെ വിശ്വാസത്തിലാണ് ഞാനും നിങ്ങളും ജീവിക്കുന്നതെങ്കിൽ ഞാനും നിങ്ങളും എബ്രാഹാമിൻ്റെ ലീനിയേജിലുള്ളവരാണ്. എബ്രഹാമിനും ഇസ്ഹാക്കിനും യാക്കോബിനും ദൈവം വാഗ്ദാനം ചെയ്ത ഓരോ അനുഗ്രഹം എണ്ണി എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. ആയുധി, ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വരുന്നത് എന്തെങ്കിലും നേടാനായിരിക്കരുത് സഹോദര. കാരണം നമ്മൾ നേടാൻ ആഗ്രഹിച്ച കാര്യം കിട്ടിയിട്ടില്ലെങ്കിൽ പലവരും ദൈവത്തെ വിട്ടുപോകും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചു കേട്ടു, ഹബാക്കുക്കിൻ്റെ പുസ്തകത്തിൽ നിന്ന് വായിച്ച് മനസ്സിലാക്കുന്നത്, ഞാനും നിങ്ങളും ആ ദൈവത്തെ സ്നേഹിച്ച് ആരാധിക്കുന്നത് അവൻ എൻ്റെ ദൈവമായതുകൊണ്ട് മാത്രമായിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം, ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ടല്ലോ, മത്തായിയുടെ സുവിശേഷം 6-ാമത്തെ അധ്യായം 33-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ടല്ലോ, നീ ദൈവരാജ്യവും അവൻ്റെ നീതിയും അന്വേഷിക്കുക, അപ്പോൾ നിൻ്റെ ആവശ്യങ്ങളും എല്ലാം അറിയുന്ന ദൈവം അത് നിനക്ക് ദാനമായിട്ട് കൂട്ടിച്ചേർക്കും. നീ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ സത്യമാണ്, എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. നീ പലരും ദൈവത്തിൻ്റെ സന്നിധി പോകുന്ന ഭയത്തോടാണ്. ആ ഭയത്തിൻ്റെ കാരണം എന്താണെന്ന് യോഹന്നാൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്, പെർഫെക്റ്റ് ലവ് കാസ്റ്റ് ഔട്ട് ഓൾ ഫിയർ. അപ്പോൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് പൂർണ്ണമായിട്ട് ഗ്രഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നിൽ ഭയമുള്ളത്. ബട്ട് ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണെന്നും ആ ദൈവം എൻ്റെ ക്ഷേമത്തിൽ താല്പര്യമുള്ളൊരു ദൈവമാണ് എന്ന് എനിക്ക് അറിയാമെങ്കിൽ, ദൈവം എൻ്റെ ആവശ്യങ്ങൾ എന്നെക്കാൾ മുമ്പേ അറിഞ്ഞ് ചെയ്യുന്നവനാണ്, അല്ലേ? നമ്മളെ ഓരോരുത്തർ ദൈവം എപ്പോഴാണ് അറിഞ്ഞത്? ജനിച്ചു വീണ് മാമുദിസ അല്ലെങ്കിൽ സ്നാനമേറ്റപ്പോഴാണോ? അല്ല. ദൈവത്തിൻ്റെ വചനം എഫിഷ്യൻസി ലേഖനം വായിക്കുമ്പോൾ നമുക്കറിയാവുന്ന സത്യം ഇതാണ്, ലോകസ്ഥാപനത്തിന് മുമ്പ് യേശു ക്രിസ്തുവിൽ പിതാവ് നമ്മളെ ഓരോരുത്തരെയും അറിയാമായിരുന്നു. ആ അറിവ് എന്തിനാണ്? സ്നേഹത്തിൻ്റെ അറിവാണ്. എന്നെ നിങ്ങളെയും ദൈവത്തിന് വേണ്ടി സ്വന്തമാക്കാനും അവൻ്റെ ഭവനത്തിലെ അംഗങ്ങളാക്കാൻ വേണ്ടിയാണ് ദൈവം എന്നെ നിങ്ങളെയും സൃഷ്ടിച്ചത്. ഈ ലോകത്തിലായിരിക്കുമ്പോൾ ദൈവത്തിന് മഹത്വം കൊടുക്കാനാണ് ദൈവം എന്നെ നിങ്ങളെയും സൃഷ്ടിച്ചത്. അപ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു പ്രശ്നമുണ്ടെങ്കിൽ അവിടെ ആദ്യം വന്നിട്ട് എനിക്കൊരു വിടുതൽ തരാൻ താല്പര്യമുള്ളത് ആരാണ്? എൻ്റെ അപ്പനും അമ്മയാണോ? ഹല്ലേലൂയ. എന്നെ സൃഷ്ടിച്ച ദൈവമാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. പലവർക്കും ആ ദൈവത്തിൻ്റെ ആ സ്നേഹം അറിയാത്തത് കൊണ്ടാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ എവിടേക്കാണ് പോകുന്നത്. ആൾക്കാർ ഓടി നടന്ന് ഒരു സ്ഥലത്ത് പോയി, അവിടെ നടന്നിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി, അവിടെ നടന്നിട്ടില്ലെങ്കിൽ വേറെ സ്ഥലത്ത് പോയി, പുണ്യാളന്മാരുടെയും പുണ്യാളത്തികളുടെയൊക്കെ പുറയിലാണ് പോകുന്നത്. സഹോദരാ, ഞാനൊരു കാര്യം പറയട്ടെ, നമ്മളെ സ്നേഹിക്കുന്ന ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ഹല്ലേലൂയ. ഞാനും നിങ്ങളും അവൻ്റെ മുമ്പിൽ കരഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, ഞാൻ നിനക്ക് ഉത്തരം തരും. കാരണം ജീവിക്കുന്ന ദൈവമാണ്. ആ ഉത്തരത്തിന് അളവിനെ കുറിച്ച് പറയുന്നത് നിനക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിൽ ഞാൻ ഉത്തരം തരുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് എഫിഷ്യൻസ് 3-ാമത്തെ അധ്യായം 20-ാമത്തെ വചനത്തിൽ പറയുന്നത്, ആൻഡ് ടു ഹിം ഹു ഈസ് ഏബിൾ ടു ഡു എക്സീഡിംഗ്ലി അബണ്ടൻ്റ്ലി മച്ച് മോർ ദാൻ യു ക്യാൻ ആസ്ക് ഓർ തിങ്ക് അക്കോർഡിംഗ് ടു ദ പവർ ദാറ്റ് വർക്ക്സ് ഇൻ അസ്. നിങ്ങൾ ചോദിക്കുന്നതിലും ചിന്തിക്കുന്നതിനേക്കാൾ ഏറെ ചെയ്തു തരാൻ കഴിവുള്ളൊരു ദൈവമുണ്ട്. ആ കഴിവെന്താണ്? എന്നിൽ വസിക്കുന്ന ദൈവത്തെക്കുറിച്ചുള്ള ജ്ഞാനം, എന്നിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തിയാണ്. അയ്യുദ്ധി വചനം ശക്തിയാണെന്ന് ആരൊക്കെ വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. കാരണം ദൈവത്തിൻ്റെ വചനം റോമാർക്കുള്ള ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 16-ാമത്തെ വചനത്തിൽ പറയുന്നത് എന്താണ്? ഞാൻ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജിക്കുന്നില്ല. എന്തുകൊണ്ടെന്നാൽ അത് വിശ്വസിക്കുന്ന ഏവർക്കും. അപ്പോൾ വിശ്വാസമാണ് ദ കണ്ടീഷൻ. ഫെയ്ത്ത് ഇസ് ദ കണ്ടീഷൻ. വിശ്വസിക്കുന്ന ഏവർക്കും അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ വചനത്തിൽ ശക്തിയുണ്ട്. ഹല്ലേലൂയ. അതുപോലെ കൊരിന്ത്യസ് ലേഖനത്തിൽ 1-ാമത്തെ അധ്യായം 18-ാമത്തെ വചനത്തിൽ പറയുന്നുണ്ട്, കുരിശിനെ കുറിച്ചുള്ള സന്ദേശം അത് എന്താണ്? വിശ്വസിക്കാത്തവർക്ക് അത് ഭോഷത്വമാണ്, പക്ഷേ വിശ്വസിക്കുന്നവർക്കോ അത് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കാം, ദൈവം നമുക്ക് ശക്തി തന്നിട്ടുണ്ട്. ആ ശക്തി ഇല്ല, ദൈവത്തിൻ്റെ വചനത്തിലാണ്. ആ വചനം ഏറ്റെടുത്ത് ഞാൻ ആ വചനം ഏറ്റെടുത്ത് പറയുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ദൈവത്തിൻ്റെ വചനം പറയുന്നുണ്ട്, ഹി ഈസ് ഏബിൾ ടു ക്രിയേറ്റ്, അല്ലേ? ഹി ഈസ് ഏബിൾ ടു ബ്രിങ് ഇൻ ടു എക്സിസ്റ്റൻസ് തിങ്സ് വിച്ച് ഡിഡ് നോട്ട് എക്സിസ്റ്റ് ആസ് ദോ ദേ എക്സിസ്റ്റഡ്. അവൻ പറയുമ്പോൾ, സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ ക്രിയ ചെയ്തു വരും.
അപ്പോൾ എൻ്റെ നിങ്ങളുടെ ജീവിതം നമ്മൾ മനസ്സിലാക്കണം. എൻ്റെ നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണെന്ന് നമ്മൾ ദൈവത്തോട് കരഞ്ഞ് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് തരുന്ന ദൈവമാണ്? എന്ത് തരുന്ന ദൈവമാണ്? ഉത്തരം തരുന്ന ദൈവമാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ദൈവത്തിൻ്റെ വചനം നമ്മൾ വായിക്കുകയാണ്. സങ്കീർത്തനം 113:3 വായിക്കുകയാണെങ്കിൽ, ഫ്രം ദ റൈസിങ് ഓഫ് ദ സൺ, വായിക്കണം, ടു ദ സെറ്റിംഗ് ഓഫ് ഇറ്റ്സ് ഗോയിങ് ഡൗൺ, ഫ്രം ദ റൈസിങ് ഓഫ് ദ സൺ ടു ഇറ്റ്സ് ഗോയിങ് ഡൗൺ, ദ ലോർഡ്സ് നെയിം ഈസ് ടു ബി പ്രൈസ്ഡ്. പലവരും എന്താണ്, എന്തെങ്കിലും സംഭവിച്ചു, നല്ല കാര്യം പറഞ്ഞാൽ പ്രൈസ് ദ ലോർഡ്, ഹലോ പ്രൈസ് ദ ലോർഡ്. എന്തെങ്കിലും മോശം സംഭവിച്ചാൽ എന്ത് ചെയ്യും? പ്രൈസ് ദ ലോർഡ് പറയുമോ? പറയണം. നമ്മൾ മനസ്സിലാക്കണം, ദൈവം അനുവദിക്കാതെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഹലോ, ഐ വിത്ത് മീ? നമ്മൾ മനസ്സിലാക്കേണ്ട സത്യങ്ങൾ ഇതാണ്. കാരണം ഞാൻ പറയട്ടെ, നമ്മൾ എങ്ങനെ ദൈവത്തിൻ്റെ വചനത്തെയും ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും നമ്മൾ എങ്ങനെ, ഹൗ യു അപ്രോച്ച് ദാറ്റ്, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അതനുസരിച്ചായിരിക്കും ദൈവം നമ്മളോട് പ്രതികരിക്കുന്നത്. ദ വേർഡ് വിൽ ബിക്കം ലൈക്ക് ദാറ്റ്. കാരണം എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രതികൂലമായി ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വിശ്വസിക്കുകയാണ്, അതെൻ്റെ നന്മയ്ക്കായിട്ടാണ് ദൈവം ചെയ്തിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുകയാണെങ്കിൽ, ദൈവത്തിൻ്റെ വചനം നമുക്കറിയാം. റോമർലേഖനം 8-ാമത്തെ അധ്യായം 28-ാമത്തെ വചനം ഇങ്ങനെ പറയുന്നത്, ആൻഡ് വി നോ that all things work together for the good of those who love God and those who are the called according to his purpose. അപ്പോൾ all things, എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ നന്മയ്ക്കാണ്. പ്രതികൂലമായാലും അനുകൂലമായാലും അതെൻ്റെ നന്മയ്ക്കാണ്. അങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുന്ന എത്ര പേരുണ്ട് ഇവിടെ? സഹോദര, നീ വിശ്വസിച്ചനുസരിച്ച് നിനക്ക് സംഭവിക്കും എന്നാണ് ദൈവം പറയുന്നത്. നമ്മൾ മനസ്സിലാക്കണം, ദൈവം എന്നെ സ്നേഹിക്കുന്ന ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ട്. ആ ദൈവം എനിക്ക് എൻ്റെ നാശത്തിനായി എന്തെങ്കിലും ചെയ്യുമോ? നിങ്ങളുടെ മക്കളുടെ നാശത്തിനായി എന്തെങ്കിലും ചെയ്യുമോ? സഹോദരൻ, നിങ്ങൾ ചെയ്യുകയില്ലെങ്കിൽ നമ്മൾ സ്നേഹിക്കുന്ന ദൈവം ഒട്ടും ചെയ്യുകയില്ല. ഐ വിത്ത് മീ? അപ്പോൾ ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കും. ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ, യോബിൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം ദുരന്തം അനുവദിച്ചു ഇല്ലേ? കാരണം എന്താണ്? ആ ദൈവത്തിന് അറിയാമായിരുന്നു യോബിൻ്റെ വിശ്വസ്തത. ഐ വിത്ത് മീ? അപ്പോൾ ദൈവം പല കാര്യങ്ങളും എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത് എന്തിനാണ്? എൻ്റെ നിങ്ങളുടെയും വിശ്വസ്തത പ്രൂവ് ചെയ്യാനാണ്. ടു പ്രൂവ് യുവർ ഫെയ്ത്ത്ഫുൾനെസ്. ഐ വിത്ത് മീ? നമ്മളുടെ വിശ്വസ്തത നമ്മൾ പ്രൂവ് ചെയ്യുമ്പോൾ ദൈവം എന്താണ്? നമ്മളെ അനുഗ്രഹിക്കും. ഐ വിത്ത് മീ? ഇറ്റ് ഇസ് ലൈക്ക് നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ അല്ലേ, 10ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതിയാൽ 11ാം ക്ലാസ്സിലോട്ട് പോകും, 11ാം ക്ലാസ്സിൽ നിന്ന് പരീക്ഷ എഴുതിയാൽ 12ിലോട്ട് പോകും, 12ൽ എഴുതിയിട്ടുണ്ടെങ്കിൽ ഡിഗ്രിക്ക് പോകും, ഡിഗ്രി എഴുതിയാൽ പോസ്റ്റ് ഗ്രാജുവേഷനോട്ട് പോകും. ഓരോ പരീക്ഷയും എന്തിനാണ്? ഒരു പ്രൊമോഷന് വേണ്ടിയാണ്. അതുപോലെ തന്നെ എൻ്റെ നിങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിൽ എനിക്ക് നിങ്ങൾക്കും ദൈവം ഓരോ പരീക്ഷ തന്നിരിക്കുന്നത് എന്തിനാണ്? നമ്മൾ ആ ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് അവനെ ആരാധിച്ച് അവനിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകുമോ ഇല്ലയോ എന്ന്. അങ്ങനെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവൻ അനുഗ്രഹിക്കുക മാത്രമല്ല, അവൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് ഒരു സ്റ്റെപ്പ് കൂടുതൽ വെളിപാട് തരും. അതാ ദൈവത്തിൻ്റെ വചനം പറയുന്നത്. നീതിമാൻ എങ്ങനെ നടക്കുന്നത്, ജീവിക്കുന്നത്? വിശ്വാസം വഴിയാണ് അല്ലേ? കാരണം അവന് ആ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് അവൻ വളരുകയാണ്. എങ്ങനെയാണ്? ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചുള്ള വെളിപാട് അവന് കൂടുതലും ദിനംതോറും കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശ്വസ്തത നമുക്ക് പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലൂടെ പോകുമ്പോഴല്ലേ വിശ്വസ്തത അറിയുള്ളൂ. ഹലോ, ഐ യു വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, എൻ്റെ ജീവിതത്തിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യവും ദൈവം അനുവദിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് നമ്മൾ പറയരുത്, ഓ ദൈവമേ നീ എന്നെ ശിക്ഷിക്കുകയാണോ, നീ എന്നെ മറന്നു പോയോ? ഇല്ല, ദൈവം നിന്നെ അനുഗ്രഹിക്കാനാണ് ചില കാര്യങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് ഇടുന്നത്. പലപ്പോഴും നമുക്ക് ഗ്രഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള കാര്യങ്ങൾ ദൈവം നമുക്ക് തരും. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, എന്ത് സംഭവിച്ചാലും അത് എൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണ് എന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനുഗ്രഹത്തിൻ്റെ മുകളിൽ അനുഗ്രഹം മാത്രമേ വരികയുള്ളൂ. ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, ഇപ്പോൾ എബ്രാഹാമിനെ തന്നെ നോക്കുകയാണെങ്കിൽ ദൈവം അവന് വാഗ്ദാനം ചെയ്തു ഇല്ലേ? ഒരു മകനെ വാഗ്ദാനം ചെയ്തു. മകനെ വാഗ്ദാനം ചെയ്തിട്ട് എബ്രാഹാമിന് 25 വർഷം കാത്തിരിക്കേണ്ടി വന്നു. എബ്രഹാം ഇംഗ്ലീഷിൽ വചനം ഇങ്ങനെ പറയുന്നത്, ഹീ ഡിഡ് നോട്ട് വേവർ ഇൻ ഹിസ് ഫെയ്ത്ത്. ഇംഗ്ലീഷിൽ വായിക്കാം. ഇറ്റ്സ് സച്ച് എ ബ്യൂട്ടിഫുൾ വേർഡ്. സഹോദര, ഞാൻ പറയട്ടെ, അത് വചനം വായിക്കുകയാണെങ്കിൽ യു വിൽ നോ പല കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. റോമാർക്കുലേഖനം 4-ാമത്തെ അധ്യായം വായിക്കുകയാണെങ്കിൽ അവിടെ വളരെ വ്യക്തമായിട്ട് എബ്രാഹാമിൻ്റെ മനോഭാവം, എബ്രാഹാമിന് വാഗ്ദാനമുണ്ടായിരുന്നു. ആ എബ്രാഹാം മിക്കവാറും
പല വ്യക്തികളോടും പോയി പറഞ്ഞു കാണും, ഇനി എൻ്റെ പ്രശ്നമെല്ലാം മാറി, എൻ്റെ ദൈവം എനിക്കൊരു കുഞ്ഞിനെ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു സന്തതിയെ തരാമെന്നൊക്കെ അവൻ പറഞ്ഞു കാണുമായിരിക്കും അല്ലേ? പലരോടും സന്തോഷമുള്ളപ്പോൾ പറയല്ലേ അല്ലേ? ഇത്രയും നാൾ ഒരു മകന് വേണ്ടി കാത്തു നിന്ന എബ്രഹാം, ദൈവം തന്നെ പ്രത്യക്ഷപ്പെട്ടിട്ട് അവിടെ നിനക്ക് ഞാനൊരു സന്തതി തരും, ആ സന്തതിയെക്കുറിച്ച് പറയുന്നതാണ്, അവൾ നിന്ന് വരുന്നത് ആകാശത്തിലെ നക്ഷത്രത്തിന് അത്രയും കടൽ തീരത്തെ മണൽത്തരിയുടെ അത്രയും ആയിരിക്കും നിൻ്റെ സന്തതികൾ എന്നൊക്കെ വാഗ്ദാനം ചെയ്ത് ആ സന്തോഷത്തിൽ പലയിടങ്ങളിലും ചിലപ്പം പലപ്പോഴും ഒരു പാർട്ടിയൊക്കെ നടത്തി കാണും. ഹലോ, എങ്കിലും സാധാരണഗതിയിൽ ഒരു കുഞ്ഞുണ്ടാവേണ്ട സമയം കഴിഞ്ഞപ്പോൾ ആൾക്കാർ അവരെ എന്നെ കളിയാക്കി കാണും, എടാ നിൻ്റെ ദൈവം വാഗ്ദാനം ചെയ്തതല്ലേ, ആ കുഞ്ഞെവിടെ? ഹലോ, പലപ്പോഴും ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് അതേ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പലപ്പോഴും സാത്താൻ വന്നിട്ട് നിൻ്റെ മനസ്സിൽ ചോദ്യങ്ങളിടും. എടാ, നീ സേവിച്ച ദൈവത്തെ, നീ ആരാധിച്ച ദൈവത്തെ, നീ വിശ്വസിച്ച ദൈവത്തെ വിശ്വസനാണെന്ന് നീ പറഞ്ഞു, പക്ഷെ നിനക്ക് എന്ത് സംഭവിച്ചു? അങ്ങനെ ആരെങ്കിലും അങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ പോയിട്ടുണ്ടോ? സഹോദരാ, ഞാൻ പറയട്ടെ, നീ ദൈവത്തിൽ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ, ഇഫ് യു വെയിറ്റ് അപ്പോൺ ദ ലോർഡ്, എബ്രഹാം ഇങ്ങനെയാണ് പറഞ്ഞത്. എബ്രഹാം പറഞ്ഞതല്ല, പരിശുദ്ധാത്മാവ് എബ്രഹാമിനെ കുറിച്ച്, എബ്രഹാമിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് പറഞ്ഞ റോമാർക്ക് ലേഖനം 4-ാമത്തെ അധ്യായം 20-ാമത്തെ വചനം ഇങ്ങനെയാണ് പറയുന്നത്. 19 വായിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സാഹചര്യം അറിയാം. കാരണം അവിടെ, ആൻഡ് നോട്ട് ബീങ് വീക്ക് ഇൻ ഫെയ്ത്ത് ഹി ഡിഡ് നോട്ട് കൺസിഡർ ഹിസ് ഓൺ ബോഡി ഓൾറെഡി ഡെഡ് സിൻസ് ഹി വാസ് അബൌട്ട് 100 years old ആൻഡ് ദ ഡെഡ്നെസ് ഓഫ് സാറാസ് വൂം. അവിടെ മരണ അവസ്ഥയിലായിരുന്നു അവൻ്റെ ശരീരം. അവരുടെ ശരീരങ്ങളിലൂടെ സാധാരണഗതിയിൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള ഒരു സാഹചര്യം ഒന്നുമില്ല. അങ്ങനെ ഒരു മരണാവസ്ഥയിലൂടെ പോകുന്ന വ്യക്തി, അവൻ്റെ മനോഭാവം എന്തായിരുന്നു? ദിസ് ഇസ് വാട്ട് വി നീഡ് ടു നോ. നമ്മളുടെ പല കാര്യങ്ങളും നോക്കുമ്പോൾ ഒരു തരത്തിലും ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുകയില്ല, അല്ലെങ്കിൽ എനിക്കിതിൽ നിന്ന് ഒരു മോചനം കിട്ടുകയില്ല, എല്ലാം അവസാനിച്ചു എന്നുള്ള ചില സാഹചര്യങ്ങളുടെ മധ്യേ ആയിരിക്കുമ്പോഴും നമ്മൾ എബ്രഹാമിൻ്റെ മനോഭാവം എന്താണെന്ന് അറിയണം. അതാണ് 20-ാമത്തെ വചനം പറഞ്ഞത്. ഹീ ഡിഡ് നോട്ട് വേവർ അറ്റ് ദ പ്രോമിസ് ഓഫ് ഗോഡ് ത്രൂ അൺബിലീഫ് ബട്ട് വാസ് സ്ട്രെങ്തൻഡ് ഇൻ ഫെയ്ത്ത് ഗിവിങ് ഗ്ലോറി ടു ഗോഡ്. സഹോദര, ഈ ഒരു വചനത്തിൽ എന്തുമാത്രം ആത്മീയ സത്യങ്ങളുണ്ടെന്നറിയോ? കാരണം അവിടെ പറയുന്നതാണ്, അവൻ അവിശ്വാസത്തിൽ കൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് മാറിപ്പോയില്ല. ആ അവിശ്വാസത്തിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ തള്ളിക്കളഞ്ഞില്ല. പക്ഷേ അതിനുപരി അവൻ ദൈവത്തിൻ്റെ വചനത്തെ സ്വീകരിച്ചു, വിശ്വസിച്ചു. എന്തുകൊണ്ട്? അത് വിശ്വസിച്ചതുകൊണ്ട്. ആൻഡ് ഗിവിങ് ഗ്ലോറി ടു ഗോഡ്. എവിടെയാണ് നമ്മൾ ഗ്ലോറിയെക്കുറിച്ച് പറയുന്നത്? മഹത്വത്തെക്കുറിച്ച് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായം 14-ാമത്തെ വചനം വായിക്കുമ്പോൾ നമ്മൾക്കറിയാം, എന്താ എല്ലാവർക്കും അറിയാവുന്നതാണ്, വചനം മാംസമായി നമ്മളുടെ മധ്യേ വസിച്ചു, ആ വചനത്തിൻ്റെ മഹിമ നമ്മൾ ദർശിച്ചു. ഐ വിത്ത് മീ സഹോദര, വചനമാകുന്ന ദൈവത്തിൻ്റെ ഉടമ്പടി നീ എപ്പോൾ അത് സ്വീകരിക്കുന്നുവോ, സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ആ വചനത്തിൻ്റെ മഹത്വം നീ ദർശിക്കും, നിൻ്റെ കൂടെയുള്ള സമൂഹം ദർശിക്കും. ഐ വിത്ത് മീ. സോ ഇത് നമ്മൾ മനസ്സിലാക്കണം. വചനം, വി ഹാവ് ടു റിസീവ് ദ വേർഡ്. ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ, യു ഹാവ് ടു ബി ഇംപ്രഗ്നേറ്റഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. Just like Mary was impregnated by the word that you will bear a son and his name shall be Jesus. അവിടെ എങ്ങനെയാണ് അത്ഭുതകരമായി അല്ലേ, മനുഷ്യനെ അറിയാത്ത തരത്തിലാണ് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിച്ചത്. അതുപോലെ തന്നെ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഞാനും നിങ്ങളും ആ ദൈവത്തിൻ്റെ വചനം സ്വന്തമാക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കും. അത്ഭുതകരമായിട്ട് ആ വചനത്തിൻ്റെ മഹത്വം വെളിപ്പെടും. സഹോദരൻ, ഇന്നുമാത്രം ഉദാഹരണങ്ങളുണ്ട്. പലപ്പോഴും പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കണം, മരണത്തിൻ്റെ ആ നിഴലിൻ്റെ താഴ്വരയിലൂടെ ഞാൻ പോവുകയാണെങ്കിൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. അങ്ങനെ വിശ്വസിച്ച് എത്ര പേരുണ്ട്? ഹല്ലേലൂയ. കാരണം നമുക്കറിയാം, ലാസറസ് മരിച്ചു അല്ലേ, അടക്കപ്പെട്ടു. അപ്പോൾ ദൈവം എന്താ പറഞ്ഞത്? ഈ മരണം അല്ലെങ്കിൽ ഈ അസുഖം എന്താ മരണത്തിലേക്ക് നയിക്കുന്നതല്ല, പക്ഷേ ഈ അസുഖം ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണ്. സഹോദര, എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മരണാവസ്ഥ അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങളോട് പോവുകയാണെങ്കിൽ നമ്മൾ ഏറ്റെടുക്കണം. സീതം ഏറ്റവും വചനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണ്, നമ്മൾ ദൈവത്തിൻ്റെ വചനം ഏറ്റെടുക്കണം. എൻ്റെ നിങ്ങളുടെ പ്രശ്നത്തിലൂടെ പ്രയാസത്തിലൂടെ ഞാൻ പോകുമ്പോൾ ഞാൻ എന്നോട് തന്നെ പറയണം, ഈ പ്രശ്നം എൻ്റെ മരണത്തിലേക്ക് നയിക്കുന്നതിനല്ല, പക്ഷേ ഈ പ്രശ്നത്തിലൂടെ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാനാണെന്ന്. ഹലോ, ഐ വിത്ത് മീ. എന്തെങ്കിലും പ്രശ്നത്തിലൂടെ പോകുന്ന സഹോദര സഹോദരി, ഈ വചനം നിങ്ങൾ ഏറ്റെടുക്കണം. ദൈവത്തിൻ്റെ വചനം എനിക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്നത് ജീവിക്കാനാണ്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനം മത്തായിയുടെ സുവിശേഷം 4-ാമത്തെ അധ്യായം 4-ാമത്തെ വചനം പറയുന്നത്, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത്, പക്ഷേ പിതാവിൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വചനം കൊണ്ടും അവന് ജീവിക്കാൻ പറ്റും.
അപ്പം ഞാൻ പ്രശ്നത്തോടെ പോകുമ്പോൾ ഞാൻ ഏറ്റു പറയണം, ദൈവമേ നീ പറഞ്ഞിട്ടുണ്ടല്ലോ ഇത് എന്നെ ഒരു മരണത്തിലേക്ക് നയിക്കുന്ന പ്രശ്നമല്ല, പക്ഷേ ഈ പ്രശ്നത്തിലൂടെ അങ്ങയുടെ മഹത്വം വെളിപ്പെടാനാണ്. കാരണം ദൈവത്തിൻ്റെ വചനം അതേ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. ദൈവം എന്നോട് നിങ്ങളോടും പറയുന്നുണ്ട്, ഇപ്പോൾ നീ ഒന്ന് വിശ്വസിച്ചാൽ മതി, ദൈവത്തിൻ്റെ മഹത്വം നീ കാണും. ഹലോ, ഇഫ് ഓൺലി യു വുഡ് ബിലീവ് യു വുഡ് സീ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ആരൊക്കെ വിശ്വസിക്കും അത്? സഹോദരൻ, ഞാൻ പറയട്ടെ, നീ വിശ്വസിച്ചുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടാതെ ഇരിക്കാൻ പറ്റുകയില്ല. കാരണം എന്താണ്? ദൈവത്തിൻ്റെ വചനം ജീവിക്കുന്ന വചനമാണ്. ഹലോ, ഇറ്റ് ഈസ് എ ലിവിങ് വേർഡ് ഓഫ് ഗോഡ്. അതിൻ്റെ മഹത്വം വെളിപ്പെടാതിരിക്കാൻ പറ്റുകയില്ല. ആസ് മച്ച് ആസ് ഈ ലൈറ്റിൻ്റെ സ്വിച്ച് ഇട്ടാൽ ആ വെളിച്ചം വരാതിരിക്കാൻ പറ്റുകയില്ല. അയുദ്ധി ഉള്ള അന്ധകാരമെല്ലാം പോയി വെളിച്ചം തെളിയും. അതുപോലെ തന്നെ ഞാൻ നിങ്ങളും ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടും. ഒരു അന്ധകാരത്തിനും അതിനെ തടയാനോ പറ്റുകയില്ല. ഹല്ലേലൂയ. അപ്പോൾ എബ്രഹാം വിശ്വസിച്ചു. അതുകൊണ്ടെന്താണ് അവൻ്റെ വിശ്വാസത്തിൻ്റെ വാട്ട് ഈസ് എ റീസൺ? അതിൻ്റെ കാരണം എന്തായിരുന്നു? അങ്ങനെ വേവർ ചെയ്യാതെ വിശ്വസിച്ച് ദൈവത്തിൻ്റെ മഹത്വം വാഗ്ദാനത്തിലൂടെ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ 21-ാമത്തെ വചനം പറയുന്നുണ്ട്. ഇതാണ് വിശ്വാസം എന്ന് പറയുന്നത്. Being fully convinced that what he had promised he was able to perform. അതെന്താ? പൂർണ്ണമായ ഒരു അറിവുണ്ടായിരുന്നു. ദൈവം വാഗ്ദാനം ചെയ്തത് പ്രവർത്തിക്കുവാൻ അവന് കഴിവുണ്ടെന്ന്. Are you with me? ദൈവം വാഗ്ദാനം ചെയ്തത് പ്രവർത്തിക്കുവാൻ ദൈവത്തിന് കഴിവുണ്ട് എന്ന് അവന് പൂർണ്ണമായ വിശ്വാസമുണ്ടായിരുന്നു. സഹോദര, ഇതാ നമുക്ക് വേണ്ടത്. ദൈവം തന്നിരിക്കുന്ന വചനം എല്ലാം എൻ്റെ നിങ്ങളുടെയും ജീവന് വേണ്ടിയാണ്. ദിസ് ഈസ് ഫോർ ലൈഫ്. ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം, ഉൾക്കൊള്ളാൻ പറ്റണം. പറ്റിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ മഹത്വം കിട്ടും. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചന സങ്കീർത്തനം 113 പറയുന്നത്, ഫ്രം ദ റൈസിങ് ഓഫ് ദ സൺ. വായിച്ചില്ല അതല്ലേ? വായിച്ചേ. Psalm 113:3. സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമയം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ. ആമേൻ. എന്ന് വെച്ചാൽ എൻ്റെ നിങ്ങളുടെ ജീവിതത്തിൽ എനിക്ക് ബോധമുള്ള സമയം മുഴുവൻ ഞാൻ ദൈവത്തെ സ്തുതിക്കണം. ഐ വിത്ത് മീ? ഹല്ലേലൂയ. നമ്മൾക്ക് എപ്പോഴും, സഹോദരൻ ഞാൻ പറയട്ടെ, നമ്മൾ എപ്പോഴും നമുക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? നമ്മൾ വെറുതെ നടക്കുമ്പോൾ താങ്ക് യു ലോഡ്, പ്രൈസ് യു ലോഡ്, താങ്ക് യു ജീസസ് എന്ന് പറയുന്നതിന് നമുക്ക് വല്ല നഷ്ടമുണ്ടോ? ഹല്ലേലൂയ. ഒരു മതത്തിലുള്ള വ്യക്തികളിൽ ചില പറയുന്ന ഇതാണ്, അവർ എടുത്ത് പറയുന്നില്ല. അവർ പറഞ്ഞ് ഈ ശ്വാസം എന്തായാലും വിടണമല്ലോ, അത് വിടുമ്പം ഒരു വാക്ക് പറഞ്ഞാലും ഒന്നും ചിലവില്ല. ഹലോ അല്ലേ? നമുക്ക് ഈ ശ്വസിക്കുന്നതിന് വല്ല ചിലവുണ്ടോ? അതുപോലെ തന്നെ നമ്മൾ നടക്കുമ്പോൾ ദൈവത്തോട് നന്ദി, താങ്ക് യു ലോഡ്, താങ്ക് യു ജീസസ്, പ്രൈസ് യു ജീസസ്. വണ്ടി ഓടിക്കുമ്പോൾ താങ്ക് യു ജീസസ്. ഞാൻ പറയട്ടെ, നിങ്ങൾ ആ ഒരു ഹാബിറ്റ് കൾട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ യു വിൽ എക്സ്പീരിയൻസ് ദി മിറാക്കുലസ് പ്രൊവിഷൻ ഓഫ് ഗോഡ്. കാരണം ദൈവം പറയുന്നുണ്ട്, ഫ്രം ദ റൈസിങ് ഓഫ് ദ സൂര്യൻ്റെ എന്നാ പറയുന്നത്, ഉദിക്കുന്നത് മുതൽ അതിൻ്റെ അസ്തമയം വരെ അല്ലേ? എന്ന് വെച്ചാൽ വെളിച്ചമുള്ള ഒരു ഇത് നോക്കുകയാണെങ്കിൽ നീ എന്നാ പറയുന്നത്, നീ ഉറങ്ങാതെ നീ ഉണർന്നിരിക്കുന്ന സമയം മുഴുവൻ നീ ദൈവത്തെ ആരാധിക്കണം. അങ്ങനെ വി മസ്റ്റ് കൾട്ടിവേറ്റ് ദാറ്റ് ഹാബിറ്റ്. ഹലോ, ഹൗ മെനി ഓഫ് യു വിൽ ട്രൈ ആൻഡ് ഡു ഇറ്റ്? ഹല്ലേലൂയ. നമ്മൾ നടക്കുമ്പോൾ വെറുതെ പോവില്ലേ, താങ്ക് യു ജീസസ്, പ്രൈസ് യു ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ എന്നൊക്കെ പറയുമ്പോൾ ആ ദൈവത്തിന് നമ്മൾ എന്നാ പറയുന്നത്, ഒന്നാമതെ ആ ദൈവവുമായിട്ടുള്ളൊരു ബന്ധം വിൽ ബി ഏബിൾ ടു ആ ഒരു ബന്ധം പുലർത്താൻ മാത്രമല്ല, അതൊരു ആഴമായ ബന്ധത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിന്നെ ദൈവത്തിൻ്റെ വചന സങ്കീർത്തനം 145:3 അവിടെ പറയുന്നുണ്ട്, ഗ്രേറ്റ് ഇസ് എ ലോർഡ് ആൻഡ് ഗ്രേറ്റ്ലി ടു ബി പ്രൈസ്ഡ് ആൻഡ് ഹിസ് ഗ്രേറ്റ്നെസ് ഇസ് അൺസർച്ചബിൾ. ഹല്ലേലൂയ. നമ്മൾ മനസ്സിലാക്കണം, ഇന്നിപ്പം ആരാധനയെക്കുറിച്ചും ദൈവത്തിന് നന്ദി പറയുന്നതിനെക്കുറിച്ചാണ് സഹോദര. ആ നന്ദി പറയുന്നതിനേക്കാൾ കൂടുതൽ ദൈവത്തിന് പ്രീതികരമായ ഒന്നുമില്ല. ഹലോ, ഐ വിത്ത് മീ? പലരും വിചാരിക്കുന്നതിനാ ദൈവത്തിനെ എനിക്ക് പ്രീതികരിക്കാൻ പറ്റുന്നത് ഞാൻ എൻ്റെ തൈത്തിങ് കൊണ്ട് ഇടുക. തൈത്തിങ് ഇടണം കേട്ടോ, തൈത്തിങ് ഇടരുതെന്നല്ല പറയുന്നത്. പക്ഷേ തൈത്തിങ്ങിനേക്കാൾ കൂടുതൽ ദൈവത്തിന് പ്രീതികരമായ ദൈവത്തിന് നമ്മൾ കൈകൾ പൊക്കി, ദൈവമേ നന്ദി, ദൈവമേ എന്നെ അങ്ങ് സംരക്ഷിക്കുന്നതിനോർത്ത് നന്ദി, എന്നെ സ്നേഹിക്കുന്നതിനോർത്ത് നന്ദി, അല്ല എന്നെ രക്ഷിച്ചതിനോർത്ത് നന്ദി, എനിക്ക് ജീവൻ തന്നതിനോർത്ത് നന്ദി. അങ്ങനെ ദൈവത്തോട് നന്ദി പറയുന്ന ഒരു ജനമായിരിക്കണം. കാരണം നമുക്കറിയാം, ആ 10 കുഷ്ഠരോഗികളെ ദൈവം സൗഖ്യപ്പെടുത്തി അല്ലേ? ഹലോ, എന്നിട്ട് ദൈവത്തിനാകെ യേശുവിനാകെ ഒരു ചോദ്യമുണ്ട്, 10 പേരെ സൗഖ്യപ്പെടുത്തി, 9 പേരെ എവിടെ പോയത് അല്ലേ? ആ 9 പേര് പോയതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വലിയ സത്യം, ദൈവത്തിൻ്റെ വചനം വായിക്കുകയാണെങ്കിൽ ദർ ഇസ് എ ലോട്ട് ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹീലിംഗ് ആൻഡ് ബീങ് വെൽ. ഹീലിംഗ് എന്ന് പറയുന്നത് ഒരു സൗഖ്യമാണ്. സൗഖ്യപ്പെട്ട ശരീരങ്ങൾ മരിക്കുമോ? മരിക്കും. ലാസറസും മരിച്ചു ഇല്ലേ?
പക്ഷെ ദൈവം പറയുന്നുണ്ട്, ബട്ട് ഓൺലി വൺ മാൻ വാസ് മെയ്ഡ് വെൽ. ആ വെൽനെസ് ഈസ് ഓഫ് ദ സ്പിരിറ്റ്. ഐ വിത്ത് മീ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ആ ദൈവത്തെ നമ്മൾ എന്നും നമ്മുടെ ജീവിതകാലം മുഴുവൻ നന്ദി പറയുന്നവരായി. വായിച്ചേ 1:45-3. യഹോവ വലിയവനും അത്യന്തം സ്തുത്യനും ആകുന്നു, അവൻ്റെ മഹിമ അഗോചരമത്രേ. ആമേൻ. Jesus, the living word. 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 He's the King of kings, the Lord